പാലക്കാട് വൻ ലഹരിവേട്ട 1 കിലോ MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്ലാബ് എന്നിവയുമായാണ് ദമ്പതികളും സുഹൃത്തുക്കളും പോലീസ് പിടിയിലായത്. പാലക്കാട് ഒലവക്കോടാണ് 3 അംഗ സംഘം ജില്ലാ ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സാഹസികമായി ഇവരെ പിടികൂടുകയായിരുന്നു. ലഹരിക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റെന്നും പിടിയിലായത് കണ്ണികൾ മാത്രമാണെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പിടിയിലായ ആളുകളുടെ വിശദാംശങ്ങൾ പറയൂ. ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? ഇത് വെറും കണ്ണികളാണെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന വലിയ ടീം എവിടെയാണ്? അവരെ പിടികൂടാൻ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഗൗതം, വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ടയാണ് പാലക്കാട് നടന്നിരിക്കുന്നത്. 3 പേരാണ് ഇപ്പോൾ MDMAയും അതുപോലെ തന്നെ കൊക്കൈനും സ്റ്റാമ്പും ഒക്കെ ആയിട്ട് പിടിയിലായിരിക്കുന്നത്. 1 കിലോയോളം വരുന്ന MDMAയും അതുപോലെ തന്നെ 1 കോടിയിലധികം രൂപ വില വരുന്ന ലഹരി പദാർത്ഥങ്ങളുമായിട്ടാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് നിസിൻ, വേങ്ങര സ്വദേശിയായിട്ടുള്ള അസറുദ്ദീൻ, ഈ അസറുദ്ദീൻ്റെ തന്നെ ഭാര്യയായിട്ടുള്ള മംഗലാപുരം സ്വദേശി ബി ഫാത്തിമ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു ലഹരി വേട്ട നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിനെ ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ പാലക്കാട് നോർത്ത് പോലീസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തി ഇവരെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർക്ക് കൃത്യമായിട്ട് പോലീസിനൊരു വിവരം ലഭിച്ചിരുന്നു, ഇത്തരത്തിൽ ലഹരി സംഘം വരുന്നുണ്ട് എന്നുള്ളത്. തുടർന്ന് ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടി ആഡംബര കാറിലെത്തിയ വ്യക്തിയെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ബംഗളൂരുവിൽ നിന്ന് ഈ ലഹരി കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോയമ്പത്തൂർ വന്ന് അവിടെ മുറിയെടുത്ത് പിന്നീട് അവിടെ നിന്നും വരികയായിരുന്നു ഈ ലഹരി സംഘം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കോയമ്പത്തൂരിലെ കുനിയമ്പത്തൂരിൽ നിന്ന് തന്നെ ഈ ലഹരി സംഘത്തെ മറ്റൊരു വാഹനത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ വാളയാർ വഴിയല്ല ഈ പാലക്കാട്ടേക്ക് കടന്നത്, വേലന്താവളം ചെക്ക് പോസ്റ്റ് വഴിയായിരുന്നു പോലീസിന്റെ കണ്ണു വെട്ടിക്കുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയിലേക്ക് കടന്നത്. തുടർന്ന് ഇവരുടെ വാഹനം ഒലവക്കോട് ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പോലീസ് അവരുടെ വാഹനം ഈ ലഹരി സംഘത്തിന്റെ വാഹനത്തിന് കുറുകെ ഇട്ടുകൊണ്ട് പിടികൂടുകയായിരുന്നു. വിശദമായിട്ട് പരിശോധന നടത്തി 3 മണിക്കൂറോളം പരിശോധന നീണ്ടു. ആ പരിശോധനയ്ക്ക് ഒടുവിൽ ഡീസൽ ടാങ്കിന്റെ അടുത്തായി സൂക്ഷിച്ചിരുന്ന നിലയിലാണ് ഇത്രയും വലിയ ലഹരികൾ പിടികൂടിയിരിക്കുന്നത്. MDMAയും കൊക്കൈനും സ്റ്റാമ്പും ഉൾപ്പെടെയുള്ള ലഹരിയാണ് പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ അളവും തൂക്കവും മറ്റുമൊക്കെ സംബന്ധിച്ച് പോലീസ് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഈ നോർത്ത് പോലീസും ഡാൻസ് ഓഫ് സംഘവും പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ വൻ ലഹരി പിടികൂടിയിരിക്കുന്നത്. വലിയൊരു റാക്കറ്റ് വ്യക്തമാണ് അരുൺ. എന്തായാലും വലിയ ലഹരി വേട്ടയാണ് പാലക്കാട് നടന്നിരിക്കുന്നത്. MDMA ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നു. ദമ്പതികളെയും മറ്റ് കൂട്ടാളിയെയും ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനിയും ഈ സംഘത്തിലെ വലിയ അംഗങ്ങളെ പിടിക്കാനുണ്ട് എന്ന് പോലീസ് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അരുൺ ആലത്തൂർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.